19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി തൊഴിലാളികൾ കൊടും ചൂഷണത്തിന് ഇരയായിരുന്നു. 15 മുതൽ 18 മണിക്കൂർ വരെ നീളുന്ന ജോലി സമയത്തിനെതിരെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യമുയർത്തി 1886-ൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന പ്രക്ഷോഭമാണ് ഈ ദിനത്തിന് തുടക്കമിട്ടത്. പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിലും തുടർന്നുണ്ടായ സംഭവങ്ങളിലും നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. 1889-ൽ പാരീസിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1923 മെയ് 1 മദ്രാസിലാണ് ഇന്ത്യയിലാദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത്. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാനായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ലോകം മറ്റൊരു മെയ് ദിനം കൂടി ആഘോഷിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ശക്തികളിലൊന്നായ ഇന്ത്യയിലെ തൊഴിലാളികൾ വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 2025 നവംബറിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിൽ നിയമങ്ങളും ഡിജിറ്റൽ യുഗത്തിലെ ഗിഗ് എക്കോണമിയും ഇന്ത്യൻ തൊഴിൽ ഭൂപടത്തെ അടിമുടി മാറ്റിക്കഴിഞ്ഞു. പുതിയ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഒരു ദേശീയ അടിസ്ഥാന വേതനം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പല മേഖലകളിലും ഇന്നും അത് നടപ്പിലായിട്ടില്ല. രാജ്യം സാമ്പത്തികമായി വളരുമ്പോഴും തൊഴിലാളികളുടെ വേതനത്തിലെ വളർച്ച വെറും 3.88% മാത്രമാണ്. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ് ഇന്ന് തൊഴിലാളികൾ നേരിടുന്നത്. 8 മണിക്കൂർ ജോലി എന്നത് പലയിടങ്ങളിലും കടലാസിൽ മാത്രമായി ഒതുങ്ങുന്നു. IT മേഖല മുതൽ നിർമ്മാണ മേഖല വരെ നീളുന്ന തൊഴിലിടങ്ങളിൽ അധിക ജോലിക്ക് കൃത്യമായ കൂലി നൽകുന്നതിൽ പല കമ്പനികളും വിമുഖത കാണിക്കുന്നു. ഇന്ത്യയിലെ 90% തൊഴിലാളികളും ഇന്നും അസംഘടിത മേഖലയിലാണ്. ഇവർക്ക് കൃത്യമായ തൊഴിൽ കരാറുകളോ സാമൂഹിക സുരക്ഷാ പദ്ധതികളോ ലഭ്യമല്ല. ചിക്കാഗോയിലെ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ ഒരു നൂറ്റാണ്ടിന് ശേഷവും ഇന്ത്യയിലെ തെരുവുകളിൽ പ്രസക്തമാണ്. തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുമ്പോഴും അത് സാധാരണക്കാരന്റെ അടുക്കളയിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് ഓരോ മെയ് ദിനവും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.